മാന്യമഹാജനങ്ങളെ, അങ്ങനെ ഞാൻ റഷ്യയിലെത്തി എന്ന ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനാണ് ഈ വീഡിയോ. ഇന്നലെ പുലർച്ചെ എന്ന് വെച്ചാൽ അതികാലത്ത് ഏകദേശം 4 മണിക്ക് എയർ അറേബ്യ വിമാനത്തിൽ ഷാർജയിൽ വന്ന് ഇറങ്ങുകയും പിന്നെ അവിടെ നിന്ന് ഉച്ചയോടുകൂടി മോസ്കോയിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ സമയം ഏതാണ്ട് 4 മണിയായി കാണും വൈകുന്നേരം. ഈ മോസ്കോ കാണണം, അല്ലെങ്കിൽ റഷ്യയിൽ സന്ദർശനം നടത്തണമെന്ന് വളരെ കാലമായിട്ട് ആഗ്രഹിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് ഏതൊരു സി പി ഐക്കാരൻ്റെയും ഹൃദയത്തിൽ ഒരു മോസ്കോ ഉണ്ട്. ലെനിൻഗ്രാഡുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. റെഡ് സ്ക്വയറുണ്ട്, സെയിൻറ്റ് ബേസിലിൻ്റെ കത്തീഡ്രലുണ്ട്, റെഡ് സ്ക്വയറുണ്ട്, ലെനിൻ്റെ ശവകുടീരമുണ്ട്, അങ്ങനെ മറ്റു പലതുമുണ്ട്. ഞാൻ മോസ്കോയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ കൃഷ്ണകുമാർ പറഞ്ഞു, ഒരു ചുവന്ന മെഴുകുതിരി വാങ്ങിക്കണം, എന്നിട്ട് മോസ്കോയിൽ ലെനിൻ്റെ ശവകുടീരത്തിൽ കത്തിച്ച് പുള്ളിയോട് പ്രാർത്ഥിക്കണം ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം തിരിച്ചു വരാനായിട്ട്. 1917 വിപ്ലവം മുതൽക്ക് വളരെ കാലം കമ്മ്യൂണിസ്റ്റുകാരെ അടക്കി ഭരിച്ച സ്ഥലമാണ് റഷ്യ. ആദ്യകാലത്ത് ലെനിനെപ്പോലെ ട്രോട്സ്കിയെ പോലെ ആദർശത്തിൽ അഭിരമിച്ച ഒരുപാട് സഖാക്കളുണ്ടായിരുന്നു. പിന്നീട് ആ സ്ഥാനത്ത് ബെറിയയും സ്റ്റാലിനും മൊളാട്ടോവും സുസ്ലോവും ഒക്കെ വന്നു. നമ്മുടെ നാട്ടിൽ കാരണഭൂതൻ ഇ പി ജയരാജൻ, എം വി ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞ പോലുള്ള അവതാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസം ഏതാണ്ട് ഒരു വലിയ ഏകാധിപത്യമായിട്ട് മാറി. അവിടെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബോറിസ് പാസ്റ്റർനാക്കിനെ പോലെയുള്ള എഴുത്തുകാർക്ക് റഷ്യ വിട്ട് പോകേണ്ടതായിട്ട് വന്നു. അലക്സാണ്ടർ സോൾഷനിസിനെ പോലുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അതേ സമയത്ത് ഈ ദീപ നിഷാന്ത്, മറ്റേ കെ എൻ കുഞ്ഞാമത് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഈ വയറ്റിപ്പഴുപ്പുകാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സോവിയറ്റ് യൂണിയനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ വിപ്ലവത്തോടോ മാർക്സിസം ലെനിനിസത്തോടുള്ള പ്രതിപത്തി കൊണ്ടുമല്ല. അവർ ശുദ്ധമായ വയറ്റിപ്പഴുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സാഹിത്യരചനകൾ എഴുതുകയും സ്റ്റാലിനെ സ്തുതിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പട്ടുമുളയൊക്കെ വാങ്ങി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. സാർ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട നിലവാരത്തിലേക്ക് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി മാറി. ഏതാണ്ട് പശ്ചിമ ബംഗാൾ പോലെയായി റഷ്യ എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ പാലും തേനും ഒഴുകുന്നു എന്ന് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ച റഷ്യ, അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ, കുറേ കാലമൊക്കെ ആൾക്കാർ സഹിച്ചു. പക്ഷേ കുറേ കഴിയുമ്പോൾ പിന്നെ സഹിക്കാൻ പറ്റാണ്ട് വരുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജിൽ അവിടെ പ്രതിവിപ്ലവം ഉണ്ടായി 1991-92 കാലത്ത്. അങ്ങനെ പ്രതിവിപ്ലവകാരികൾ, അതായത് വിരുദ്ധന്മാർ, റഷ്യയുടെ അധികാരം പിടിച്ചെടുക്കുകയും സഖാക്കളെ ഒരു വഴിക്കാക്കുകയും ചെയ്തു. ആദ്യം ബോറിസ് യെൽസിനായിരുന്നു, പിന്നീട് വ്ളാഡിമിർ പുടിൻ ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് പുടിൻ 5ാമതും റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് സ്ഥാനാരോഹണം ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ വലിയ ജനപ്രീതിയുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലുള്ള പോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജനപ്രീതിയുള്ള നേതാവാണ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. പുള്ളി എതിർക്കുന്നവർക്കൊന്നും അധികം നാൾ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല. അവർ ജയിലിൽ കിടന്ന് മരിക്കോ വീട്ടിൽ കിടന്ന് മരിക്കോ എന്ന കാര്യത്തിൽ സംശയവും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജനപിന്തുണയ്ക്ക് യാതൊരു കുറവ് സംഭവിക്കുന്നില്ല. ഏത് തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടെ പുള്ളി വീണ്ടും ജയിക്കുകയാണ്. അങ്ങനെ പല കാര്യത്തിലും ഇന്ത്യയോട് വളരെ സാദൃശ്യമുള്ളൊരു രാജ്യമായിട്ട് റഷ്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. റഷ്യയുടെ ഘടക റിപ്പബ്ലിക്കുകൾ മറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ബാൾട്ടിക് റിപ്പബ്ലിക്കുകളായിരുന്ന ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അതൊക്കെ പണ്ടേ പിരിഞ്ഞു പോയി. പിന്നെ ബെലോറസും യുക്രൈനും പോയി. കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അസർബൈജാനും ആർമീനിയും ഒക്കെ വേർപെട്ടു. ഇപ്പോഴും റഷ്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത്, റഷ്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വിസ്തീർണമുള്ള ഭൂവിസ്തൃതി കൂടിയ രാജ്യമാണ്, ഒരു വൻ ശക്തിയുമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. 5-8 ദിവസം ഇവിടെ ഉണ്ടാവും. മോസ്കോ മാത്രമല്ല, പണ്ട് ഞങ്ങൾ ലെനിൻഗ്രാഡ് എന്ന് വിളിച്ചിരുന്ന പ്രസിദ്ധമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും ഒന്ന് പോകണം. ദസ്തയേവ്സ്കിയുടെ ശവകുടീരമുള്ള അവിടെയാണ്, അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം അതാണ്. പിന്നെ ടോൾസ്റ്റോയുടെ യാസ്നായ പോളിയാനയുണ്ട്. അത് ഈ മോസ്കോയിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരെ ടുല എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ പരിസരത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയും ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത് ഈ റഷ്യ പോയി വന്നിട്ടാണല്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ റഷ്യയിൽ എത്തിയപ്പോൾ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതമായെന്ന് വെച്ചാൽ നമ്മുടെ
കഴിഞ്ഞ ദിവസം KSRTC ബസ് തടഞ്ഞ സംഭവത്തെ തുടർന്ന് ഞാനിട്ട വീഡിയോ അതിന് ഭയങ്കരമായ പ്രചാരമുണ്ടായി. ഒരുപാട് ആളുകൾ കണ്ടു. ഈ മേയറെ അറിയില്ലേ എന്ന വീഡിയോ നിങ്ങളത് കണ്ടു കാണും ഞാൻ വിചാരിക്കും. പിന്നെ മാത്രമല്ല അതിലെ ചില പ്രസക്ത ഭാഗങ്ങളൊക്കെ മുറിച്ചെടുത്ത് കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രസിദ്ധനായ ബാലുശ്ശേരി MLA എനിക്കെതിരായിട്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത്. അതിനെ തുടർന്ന് FIR രജിസ്റ്റർ ഇട്ടിട്ടില്ല എന്നറിയുന്നു. പരാതിയുണ്ട്. പരാതി അങ്ങനെ കൊടുത്താൽ അപ്പം തന്നെ FIR ഇല്ല. അതിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമം ശരിക്കും ബാധകമായിട്ടുണ്ട് എന്ന് ബോധ്യം വന്നാലേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് ഈ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പഠിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം എന്തുണ്ടാവുമെന്നുള്ളത്. ഷാജൻ സ്കറിയുടെ കാര്യത്തിലുണ്ടായ പോലെ ബാലുശ്ശേരി MLA എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു അപരാധമാണെന്ന് കണ്ടെത്തി പോലീസ് കേസ് ചാർജ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എൻ്റെ വീട് വളഞ്ഞ് പണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലെ വീട് വളഞ്ഞ് പോലീസുകാർ കൊച്ചുവെളിപ്പാൻ കളത്തു രാത്രി പാതിരക്കൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പോലീസ് യമാനന്മാരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്, ഞാനിപ്പോൾ മോസ്കോയിലാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പോൾ നാളെ തൊട്ട് ദേശാമാനിൽ വാർത്ത വരും. അഡ്വക്കേറ്റ് ജയശങ്കർ വിദേശത്തേക്ക് കടന്നു. നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ ഒത്താശയോടാണ് വിദേശത്തേക്ക് പോയത്. വിമാനത്താവളത്തിൽ വേണ്ടത്ര പരിശോധന ഇല്ലാത്തതുകൊണ്ടാണ് ഈ ക്രിമിനൽ കേസിൽ പ്രതിയായി ഇയാൾ നാട് വിട്ടത് എന്ന രീതിയിലുള്ള വാർത്തകൾ വരും. കൈരളി ചാനലിലും വരും. ഒരുപക്ഷെ നമ്മുടെ നികേഷ് കുമാറിൻ്റെ ചാനലിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഞാൻ നിലവിലൊരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല. FIR വരാൻ പോകുന്നേ ഉള്ളൂ. മാത്രമല്ല ഇങ്ങനെ നിയമ നടപടികളെ പേടിച്ച് നാട് വിട്ടു പോകുന്ന ആളുമല്ല ഞാൻ. ഈ ഡബിള റഹീം പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചത്. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകരും അല്ല എന്നെ പഠിപ്പിച്ചത്. ഞാനിങ്ങനെ ലക്ഷ്മി വിലാസത്തിൽ അരി ആട്ടിയിട്ടും ഉഴുന്നരച്ചു കൊടുത്തിട്ടും അല്ല LLB പാസ്സായത്. ആ ഒരു ധൈര്യവും ആ ഒരു ആത്മവിശ്വാസവും എനിക്കിട്ട്. ഇനിയിപ്പോൾ ഇതൊരു വലിയ ക്രിമിനൽ കുറ്റമാണെങ്കിൽ ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല. പക്ഷേ ദേശാഭിമാനിക്കാരെ നമുക്ക് ആർക്കും തടയാൻ പറ്റുകയില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ ഒളിച്ചോടി റഷ്യയിലേക്ക് കടന്നു. വ്ളാഡിമിർ പുടിനുമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ച കിർഗിസ്ഥാനിൽ രാഷ്ട്രീയ അഭയം തേടും എന്നൊക്കെ പാർട്ടി സഖാക്കന്മാർ, നമ്മുടെ സത്യാനന്തരം, സ്വരാജ് അടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചുകൊണ്ടെടുക്കും. അല്ലെങ്കിൽ ദേശാഭിമാനിൽ വാർത്തയായിട്ട് വരും. ഇതിനൊക്കെയുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഇൻഷാ അള്ളാ മെയ് 17 വൈകുന്നേരം ഞാൻ തിരിച്ചു വരും. പോലീസുകാർ അതുവരെ കാത്തിരിക്കണം. സഖാക്കളും അല്പ സംയമനം പാലിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റഷ്യ കഴിഞ്ഞ് ബാക്കി പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.